കരുണയ്ക്ക് വേണ്ടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റിയല്ല. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, അനുതാപത്തിന്റെ കൃപ കൊണ്ട് കണ്ണ് നനയ്ക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, അനുതാപത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ കഴുകണമേ, കർത്താവേ കരുണയായിരിക്കണമേ, തിരുസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഹൃദയം തുറക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ദാവീദിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, പാപമോചനം വഴിയുള്ള രക്ഷ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കഠിനമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആർദ്രമാക്കണമേ. യേശുവേ കരുണയായിരിക്കണമേ, ദാവീദിന്റെ പുത്ര കരുണ തോന്നണമേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നി കടങ്ങൾ ഇളച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ശാന്തമായി നമുക്ക് ഇരിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, നേടിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. എന്താണ് കൃപ? കൃപയെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആശീർവദിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയാണ് ആശീർവദിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയാണ് ഒരാരാധന അല്ല ഒരു ആശീർവാദത്തിൻ്റെ ഒരു കർമ്മം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമാണ്. നമുക്കറിയാം ദൈവം ഏകദൈവമാണ്, എന്നാൽ ത്രിത്വൈക ദൈവമാണ്. ഏക ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവാണ് നമുക്കത് വലിയ വെളിപ്പെടുത്തൽ നൽകിയത്. ഞാനും പിതാവ് ഒന്നാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്നും അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പം അതുകൊണ്ട് ദൈവം ഏകനാണ്, ആ ഏകദൈവം സ്നേഹമാണ്. എന്നാൽ ആ ഏകദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യം കാണത്തക്ക രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ, കുരിശുമരണത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായി. അപ്പം നമുക്ക് ദൈവത്തിൽ വിശ്വാസം ജനിക്കാനുള്ള കാരണം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസം ജനിക്കാനുള്ള കാരണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞപ്പോൾ എന്നോടും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്തെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പാപമോചനം നൽകി. ഞാൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എനിക്കെതിരെ പരിഗണിക്കാതെ എന്നെ അവിടുന്ന് സൗജന്യമായി ക്ഷമിച്ചു പുറത്ത് എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ദൈവം പാപമോചനം നൽകിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പാപമോചനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അദൃശ്യനായ ദൈവം ഈ ഭൂമിയിൽ അവതരിച്ച് കാണപ്പെടുന്ന ഒരു രീതിയിൽ മനുഷ്യാവതാരമെടുത്ത് കുരിശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം വ്യക്തമാക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയിൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മുൻനിർത്തി മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വിശ്വസിക്കാനായിട്ട് ഒരു ന്യായവും നമുക്കില്ല. അതുകൊണ്ട് കാണപ്പെടുന്ന രൂപത്തിൽ ചരിത്രത്തിൻ്റെ നടുമുറ്റത്തിറങ്ങി വന്ന് അവിടുന്ന് ആ കാരുണ്യം കാണപ്പെടുന്ന രൂപത്തിൽ കുരിശിൽ പിടഞ്ഞു കിടന്നുകൊണ്ട് മരിച്ചുകൊണ്ട് നൽകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വരുന്നത് ഈ വലിയ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉറക്കെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുന്നത് വിശ്വാസം മൂലമാണെങ്കിൽ, ആ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തു നമ്മോട് കാണിച്ച, അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്ന് നമ്മോട് കാണിച്ച വലിയ സ്നേഹം കാണുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയായിട്ടാണ്, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ വലിയ കാരുണ്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ വലിയ കാരുണ്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ വെളിപാടാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ വിശ്വാസമാണ് നമ്മെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിവുള്ളവരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ചരിത്ര സംഭവമാണ്. ഇന്നും നമുക്കത് കാണാവുന്ന തരത്തിൽ സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരു ക്രൂശിത രൂപം, തൂങ്ങപ്പെട്ട രൂപം ഉയർത്തി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മരുഭൂമിയിൽ വെച്ച് സർപ്പദംശനമേറ്റവരെ രക്ഷിക്കാൻ പിച്ചള സർപ്പത്തെ ഉയർത്തി ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവരൊക്കെ രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ ഈ മഹാപ്രശ്നത്തിൽ നിന്ന് മോചനം നേടുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അന്ന് അതുപോലെ സംഭവിച്ചെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം ഉയർത്തുന്നത് എപ്രകാരമാണ് എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചത് എന്ന ഓർമ്മ നമ്മളിൽ ഉണർത്താൻ വേണ്ടിയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഓർമ്മ പച്ചകിടാതെ വിട്ടുമാറാതെ എൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കണമെങ്കിൽ എൻ്റെ ദൈവം എന്നോട് കാണിച്ച കാരുണ്യം എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ കുരിശ് രൂപം നമ്മുടെയൊക്കെ ശരീരത്തിൽ അണിയുന്നത്. എപ്പോഴും എനിക്ക് ആ ഓർമ്മ ഉണ്ടാകണം, ആ ഓർമ്മ ഞാൻ കൊണ്ടാടണം. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഇതുവഴി ഞാൻ കാണുന്നത്. അപ്പോൾ കുരിശ് കാണുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യമാണ് തീർച്ചയായിട്ടും എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് വേറൊരു ഉപാധിയുമില്ല, ഈ ഒരൊറ്റ ഉപാധി മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം കാണപ്പെടുന്ന രൂപത്തിൽ കാരുണ്യമായി എന്നിലേക്ക് വന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കൃപ കിട്ടുന്നത്. അപ്പോൾ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഫലമാണ്. ദൈവം എന്നോട് കാണിച്ച കാരുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന അനുഭവമാണ് കൃപ എന്ന് പറയുന്നത്. എനിക്ക് ലഭിക്കുന്ന ദൈവിക ജീവനാണത്. ആ ദൈവിക ജീവൻ പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നിലേക്ക് വരുന്നത്. അപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇന്നും നിത്യമായൊരു സംഭവം പോലെ എൻ്റെ മുമ്പ് നിൽക്കുകയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ജീവിക്കുന്ന എന്നിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമല്ല വരുന്നത്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ പിതാവുണ്ട്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ പുത്രനുണ്ട്. അതുകൊണ്ട് ത്രിത്വൈക ദൈവം നമ്മളിൽ വന്ന് വസിക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ ദൈവത്തിൻ്റെ കൃപയായി പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമായി ആവാസമായി നമുക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവമാണ്, ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആലയമായി തീരുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. ആ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്കതില്ല എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ വിളിച്ച് കരയുക എന്നുള്ളതേ ഉള്ളൂ. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമാണത്. നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നീ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് നീ പ്രകടിപ്പിക്കണം, നിൻ്റെ ജീവിതം കൊണ്ട് നീ പ്രകടിപ്പിക്കണം. ആ പ്രകടിപ്പിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ കർത്താവ് നമ്മിലേക്ക് വരികയാണ്. ഏത് മഹാഭാവിയെയും വിശദീകരിക്കാൻ കഴിയുന്ന അവിടുത്തെ കൃപ ഇവിടെ ഇതാ കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്നു. പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തുണ്ട്, കയ്യെത്തും ദൂരത്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സ്വീകരിച്ചാൽ കിട്ടും, സ്വീകരിച്ചല്ലേ കിട്ടുകയില്ല. തരാത്തതുകൊണ്ടല്ല നമുക്ക് കിട്ടാത്തത്, സ്വീകരിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അതുകൊണ്ട് നമുക്ക് ഇല്ല എന്ന സത്യം തിരിച്ചറിയണം. പലപ്പോഴും ഉണ്ടെന്ന് കരുതിയിരിക്കുകയാണ്. ഇല്ലാത്തവരുണ്ടെന്ന് കരുതിയിരുന്നാൽ ഒരിക്കലും കിട്ടുകയില്ല. ഇല്ലാത്തവരില്ല എന്ന സത്യം തിരിച്ചറിയണം. ആ ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് കർത്താവെ എനിക്ക് വേണമെന്ന് പറയണം. ആ കൃപയുടെ വലിയ അഭിഷേകം, ദൈവിക ജീവൻ്റെ വലിയ അഭിഷേകം നമുക്കിന്ന് ലഭിക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആരാധന സമയത്ത് ഇന്ന് ഞങ്ങൾക്ക് സമൃദ്ധമായി സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് സൗഖ്യത്തിൻ്റെ സന്ദേശങ്ങൾ, അതെല്ലാം ഈ ആരാധന സമയത്ത് അറിയിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നതിനനുസരിച്ച് നമുക്കത് അനുഭവമാകും. അപ്പം നമ്മുടെ വിശ്വാസം ഉണരാനും ആ വിശ്വാസം അനുഭവമായി മാറാനും ഇവിടെ ഇരിക്കുന്നവർ അതിനനുസരിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒത്തിരി സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ, ഒത്തിരി വിടുതലിൻ്റെ അനുഭവങ്ങൾ, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ
അറിയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ആര് വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവപ്പെടും. നമുക്കത് വേണ്ടി ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്, അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ഇന്ന് തൻ്റെ ദൈവസാന്നിധ്യം ഉറപ്പ് നൽകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. എവിടെ വിശുദ്ധ കുർബാനയുണ്ടോ അവിടെ ജീവിക്കുന്ന ഈശോ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അതേ വ്യക്തിത്വത്തിൽ, യേശുവിൻ്റെ അതേ മനോഭാവത്തിൽ ഒന്നിച്ച് കൂടുക എന്നാണ്. അത് ചിലപ്പോൾ 2-3 പേർ യേശു എന്ന് വിളിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്നതുകൊണ്ടാകില്ല. യേശുവിൻ്റെ അതേ മനോഭാവത്തിൽ, യേശുവിൻ്റെ അതേ കാഴ്ചപ്പാടിൽ, യേശുവിൻ്റെ അതേ ആറ്റിറ്റ്യൂഡിൽ, യേശുവിൻ്റെ അതേ മെൻറ്റാലിറ്റിയിൽ 2-3 പേരെ ഒന്നിച്ചു കൂട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യത്തിലും യേശുവിൻ്റെ മനോഭാവവും യേശുവിൻ്റെ കാഴ്ചപ്പാടും യേശുവിൻ്റെ നിലപാടും ഒക്കെ ഉള്ളവർ. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ളത് അനിഷേധ്യമായ സത്യമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് വിശുദ്ധ കുർബാനയിൽ തൻ്റെ സാന്നിധ്യം നൽകുകയാണ്. ആ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഈശോ ഉണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ച ഈശോ, മനുഷ്യവർഗത്തെ സമീപിച്ച ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഇതാ വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മെ സമീപിക്കുന്നു.